ഒന്ന് അവിടുത്തെ ഉള്ള കുടുംബങ്ങളുടെ പുനരധിവാസം, ആ പുനരധിവസിക്കുന്നവരെ അവരുടെ ചെലവെല്ലാം കൊടുക്കാനുള്ളതാണ്. രണ്ട്, ഇതുപോലെ വൾണറബിൾ ആയിട്ടുള്ള പ്രദേശങ്ങളുടെ സംരക്ഷണം അതിനെന്ത് വേണം, അതുകൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ചെലവ് കൂടി. ഇത്ര എക്സ്ട്രീം വൾണറബിൾ ആയിട്ടുള്ള പ്രദേശങ്ങൾ അത് സംരക്ഷിക്കാൻ വേണ്ടി എന്തെല്ലാം വേണമെന്നുള്ളത്. ഇപ്പോൾ പുനരധിവാസം നമ്മൾ അവിടുത്തെ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്ന മാത്രം ആവണമെന്നില്ല. അതിന് ചെലവ് കൂടും. കാരണം ഭൂമി എവിടെയെങ്കിലും എടുത്തിട്ട് അവർക്ക് അവിടെ കൊണ്ടേ കൊടുത്തതിൽ അവരുടെ ജോലി ആരും കൊണ്ടേ കൊടുക്കും? ഈ എസ്റ്റേറ്റ് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വേറെ എവിടെ പോകാൻ പറ്റുമോ? അപ്പോൾ കഴിഞ്ഞ പുനരധിവാസങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ജോലി കണ്ടുപിടിച്ചു കൊടുക്കും. ഇപ്പോൾ വീടൊക്കെ പണിത് കൊടുത്തിട്ടുണ്ട് വേറെ പല സ്ഥലത്തും, ആ വീട്ടിൽ പോണില്ല, ഇവിടെ വേറെ താമസിക്കുക, ജോലി ചെയ്യുന്ന ഇവിടെ അല്ലേ. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചില സ്ഥലങ്ങളിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ പേര് പറയുന്നില്ല. കൃത്യമായിട്ട് നല്ല വീടൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ മേടിച്ചിട്ടുണ്ട്. ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് കൂടുതലുണ്ടാക്കിയായിരിക്കും അവിടെ താമസിക്കുന്നത്. അപ്പോൾ ഇതാണോ പുനരധിവാസം എന്ന് ചോദിച്ചു പലരും ഫോട്ടോ ഇടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ കോട്ടയത്തൊക്കെ തന്നെ ഞാൻ കണ്ടു. അപ്പോൾ ഇത് അവരുടെ ജോലി സ്ഥലത്ത് തന്നെ പ്രദേശത്ത് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി ഉണ്ടാവുന്നവരില്ല, നിങ്ങൾ ഭൂമി എടുക്കേണ്ടി വരും, പ്രശ്നങ്ങളുണ്ട്, ചെലവ് കൂടും. പിന്നെ ചിലർക്ക് പുനരധിവാസം വെച്ചാൽ ജോലി ഉണ്ടാക്കി കൊടുക്കലായിരിക്കും. അവിടെ ജൂബിനോപാധികളൊക്കെ പോയി ഓരോ കുടുംബത്തിനും മൈക്രോ പ്ലാൻ ഉണ്ടാക്കേണ്ടി വരും. ചില കുടുംബത്തിന് സംരക്ഷണം വഹിക്കും, മുതിർന്നവരൊക്കെ പോയി 2 പേരേ ഉള്ളൂ ആ കുട്ടികൾക്ക്. അപ്പോൾ ജനറലായിട്ടുള്ള പ്രോഗ്രാം അല്ല, അത് വീട് കൊടുക്കുന്ന പ്രശ്നമല്ല. അതിൻ്റെ അപ്പുറത്തേക്ക് ഓരോ കുടുംബത്തിനുള്ള വൈഷമ്യവും പ്രശ്നവും നോക്കി അത് പരിഹരിക്കാൻ ഒരു പ്ലാൻ ഉണ്ടാക്കേണ്ടി വരും. അതാണ് പുനരധിവാസം എന്ന് പറയുന്നത്. അതെ, എനിക്കറിഞ്ഞൂടാ സർക്കാർ എന്ത് ചെയ്യും എന്നുള്ളത്. പക്ഷെ ഇതാണ് നമുക്ക് വേണ്ടുന്ന കാര്യം. കേന്ദ്രത്തിന്റെ സഹായം നിശ്ചയമായിട്ട് ആവശ്യമാണ്. അത് വലിയ കഷ്ടമാണ്. അത് കേന്ദ്ര സർക്കാർ ഇങ്ങനൊരു അപകടത്തിൽ പോലും വന്നു പ്രധാനമന്ത്രി, വളരെ നല്ലത്. പക്ഷെ ബാക്കിയുള്ള സ്ഥലത്തെല്ലാം വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ദുരന്തം ഉണ്ടാകുമ്പോൾ ചെല്ലുമ്പോൾ അവിടെ വെച്ചല്ലേ പ്രഖ്യാപിക്കുന്നത്. കേരളത്തിന് മാത്രം ഇനി എന്തോ ഇത്ര വലിയ ഗവേഷണവും പഠനം നടത്തേണ്ടത്? കേരളത്തിന്റെ ഇത് കേരളത്തിന് മാത്രമായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. പശ്ചിമഘട്ടത്തിന്റെ പുനഃസ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജീവിക്കുന്ന കൃഷിക്കാരുടെ ചെലവിൽ മാത്രമല്ല. നമ്മളിപ്പോൾ തീരപ്രദേശത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കടൽ ഭിത്തി പണിയുന്നതിന് സർക്കാരിലെ ചെലവ് വെക്കുന്നു. അതുപോലെ ഇത്തരത്തിൽ പുനരധിവാസം വേണ്ടി വന്നു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യുന്നുള്ള ചെലവ് കേന്ദ്രവും സംസ്ഥാനവും കൂടി വഹിക്കേണ്ടതാണ്.